നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സോലോജിക് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമായി കരിമണൽ കമ്പനിയായ CMRL 185 കോടി രൂപ നിയമവിരുദ്ധമായി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുമ്പോൾ കേസ് പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ്. എക്സോലോജിക്കിന് മാത്രം 1.72 കോടി രൂപ നൽകി. ഇതെല്ലാം കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണെന്നാണ് CMRL ന്യായീകരിക്കുകയും ചെയ്തതായിട്ട് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ കേസിലെ വിധി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്യും. SFIO അന്വേഷണം ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഇക്കാര്യം അറിയിച്ചത്. കേസിൽ ഡൽഹി ഹൈക്കോടതി ജനുവരി 20 വിധി പറയും. നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലും അഴിമതി കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ച CMRL അഴിമതി പണം ആ വകയിൽ ഉൾപ്പെടുത്തി. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് സങ്കല്പത്തിനപ്പുറമുള്ള അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും അനധികൃതമായി പണം കൈമാറിയിട്ടുണ്ട്. ചരക്കു നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവുണ്ടാക്കിയെന്ന് വ്യാജരേഖയുണ്ടാക്കി. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ചുള്ള അഴിമതിയാണ് നടന്നത്. നിയമം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്ന് ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. അന്വേഷണം പാടില്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കേസിൽ SFIO അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു. കക്ഷികളോട് വാദം എഴുതി നൽകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും എഴുതി നൽകിയ മറുപടിയിലാണ് വൻ അഴിമതി ആരോപണം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. CMRLൽ KSIDCയുടെ ഓഹരി പങ്കാളിത്തമുള്ളതുകൊണ്ട് പൊതു താൽപര്യ പരിധിയിൽ വരുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. നേരത്തെ CMRLനെതിരെ ഗുരുതര ആരോപണവുമായി SFIO രംഗത്ത് വന്നിരുന്നു. ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയോ എന്ന് സംശയിക്കുന്നതായി SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിരുന്നു. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് ഒരു സേവനവും നൽകാതെ തന്നെ പണം നൽകിയിട്ടുണ്ടെന്ന് CMRL ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്നും SFIO നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാലിന്യം നീക്കം ചെയ്യൽ, ഗതാഗതം തുടങ്ങിയ ഇനങ്ങളിൽ വലിയ തുക ചെലവിട്ടെന്ന് വരുത്തി തീർത്ത CMRL ചെലവ് പെരുപ്പിച്ചു കാണിച്ചു. ഇതിന്റെ മറവിലാണ് 185 കോടി രൂപ അനധികൃതമായി പലർക്കും നൽകിയത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പത്രികയിൽ പറയുന്ന കാര്യമാണിത്. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് CMRL കമ്പനിയിൽ 13.4% ഓഹരി പങ്കാളിത്തമുള്ള സ്ഥിതിക്ക് പൊതു താൽപര്യമുണ്ട്. പൊതു താൽപര്യം നിലനിൽക്കുന്ന കേസിൽ ബന്ധപ്പെട്ട വകുപ്പിന് സ്വമേധയാ അന്വേഷണവും നടത്താൻ കഴിയും. ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് അതായത് IBS തീർപ്പാക്കിയ കേസിൽ മറ്റൊരു നിയമപ്രകാരം രണ്ടാമതൊരു അന്വേഷണം ചട്ടവിരുദ്ധമാണെന്ന CMRLന്റെ വാദത്തെയും കേന്ദ്രം എതിർത്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള കേന്ദ്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ബോർഡിന് യാതൊരുവിധ പരിരക്ഷയും അതായത് ഒരു ഇമ്മ്യൂണിറ്റിയും അനുവദിക്കാൻ അധികാരമില്ലെന്ന് 2007 മുതൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ബോർഡിന് മറ്റ് ഏജൻസികളുമായി വിവരം പങ്കുവയ്ക്കരുതെന്നാണ് ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥ. നന്ദി.